ടീച്ചർ പി എസ് സിയുടെ പുതിയൊരു കറണ്ട് അഫയർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളത്തെ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏത് രാജ്യവുമായാണ് അടുത്തിടെ US സിവിലിയൻ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്? ഏത് രാജ്യവുമായാണ് അടുത്തിടെ US സിവിലിയൻ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചത്? സൗദി അറേബ്യ. ഏത് രാജ്യവുമായാണ്? സൗദി അറേബ്യയുമായാണ്. US ആണവോർജ നിയമത്തിലെ 123 വകുപ്പ് പ്രകാരമുള്ള 30 വർഷത്തെ ഉഭയകക്ഷി ഉടമ്പടിയുടെ പേര്, അതായത് 123 കരാർ, 123 അഗ്രിമെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ഉഭയകക്ഷി ഉടമ്പടിയുടെ പേരാണ് 123 കരാർ അല്ലെ 123 അഗ്രിമെൻ്റ്. ഓക്കെ, ഇതോടെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ US സൗദിക്ക് നൽകും. ഏത് കരാറോടുകൂടി? 123 അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതോടുകൂടി US എന്ത് നൽകുന്ന പറയുന്നത്? സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണവോർജ്ജം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ US സൗദിക്ക് നൽകും. അതോടൊപ്പം ഇറാൻ്റെ ആണവായുധ മോഹം തടയാൻ ലക്ഷ്യമിട്ട് യുദ്ധം തുടരുന്നതിനിടയിലാണ് അവരുടെ പ്രാദേശിക ശത്രുവായ സൗദിയുമായി US കരാറിൽ ഏർപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ PSCക്ക് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ്, കറണ്ട് അഫയേഴ്സാണ്. അതുകൊണ്ട് ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏത് രാജ്യവുമായാണ് അടുത്തിടെ US സിവിലിയൻ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ്. ഏത് രാജ്യവുമായാണ് അടുത്തിടെ US സിവിലിയൻ ആണവ സഹകരണ കരാറിൽ ഒപ്പുവെച്ചതെന്നാണ്. ഏത് രാജ്യവുമായിട്ടാണ്? സൗദി അറേബ്യയാണ്. ആ കരാറിൻ്റെ പേരെന്താണ്? 123 അഗ്രിമെൻ്റ്. എന്താണ്? കരാർ 123. ഓക്കെ, അടുത്തത് എന്താണ്? ബ്രിട്ടൻ്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയായാണ് ആൻഡി ബെൻഹേം ചുമതലയേറ്റത്? ബ്രിട്ടൻ്റെ എത്രാമത്തെ പ്രധാനമന്ത്രിയായാണ് ആൻഡി ബെൻഹം ചുമതലയേറ്റത്? എത്രാമത്തെ പ്രധാനമന്ത്രിയായാണ്? 59ാമത്തെ. എത്രാമത്തെ? 59ാമത്തെ പ്രധാനമന്ത്രി. ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായ ആരാണ് ചുമതലയേറ്റത്? ആൻഡി ബെൻഹം. ആൻഡി ബെൻഹം. ഓക്കെ, ആൻഡി ബെൻഹം ആരാണ്? ആൻഡി ബെൻഹം ബ്രിട്ടൻ്റെ 59ാമത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ്. ഓക്കെ, അതിൻ്റെ ഒരു വിശദീകരണം എന്താണ്? ലേബർ പാർട്ടിയിലെ കെയർ സ്റ്റാമർ, അതായത് നേരത്തെ ലേബർ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് കെയർ സ്റ്റാമർ. കെയർ സ്റ്റാമർ രാജിവെച്ചതോടെയാണ് അതേ കക്ഷിയിലെ ബെൻഹേം പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. അതായത് കെയർ സ്റ്റാമർ രാജിവെച്ചതോടെയാണ് അതേ കക്ഷിയിലെ ബെൻഹേം പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. ചിലപ്പോൾ PSCക്ക് അങ്ങനെയും ചോദിച്ചേക്കാം, ആർക്ക് ശേഷമാണ് ആൻഡി ബെൻഹേം പ്രധാനമന്ത്രിയാവുന്നതെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ആർക്ക് ശേഷമാണ്? കെയർ സ്റ്റാമറിന് ശേഷമാണ്. ആർക്കാണ്? കെയർ സ്റ്റാമറിന് ശേഷമാണ്. ഏതാണ് പാർട്ടി? ഇവരംഗമായിട്ടുള്ള പാർട്ടി ഏതാണ്? ലേബർ പാർട്ടിയാണ്. ഓക്കെ, 2029 പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ 3 വർഷമാണ് ഭരണകാലാവധി. അതായത് 2029 പൊതു തിരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ അതുവരെ എന്താണ്? 3 വർഷമാണ് ഈ ഒരു ആൻഡി ബെൻഹേമിൻ്റെ കാലാവധി വരുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? 2016 ബ്രെക്സിറ്റ് ഹിതപരിശോധനയ്ക്ക് ശേഷം ബ്രിട്ടനിൽ അധികാരത്തിലെത്തുന്ന 7ാമത്തെ പ്രധാനമന്ത്രിയാണ് ബെൻഹേം. എന്താണ്? 2016 ബ്രെക്സിറ്റ് ഹിതപരിശോധനയ്ക്ക് ശേഷം ബ്രിട്ടനിൽ അധികാരത്തിലെത്തുന്ന 7ാമത്തെ പ്രധാനമന്ത്രിയാണ് ബെൻഹേം. ഓക്കെ, അതും ചോദിച്ചേക്കാം, എത്രാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് അധികാരത്തിലെത്തുന്നത്? അതായത് ബ്രെക്സിറ്റ് ഹിതപരിശോധനയ്ക്ക് ശേഷം ബ്രിട്ടനിൽ എത്രാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് ആൻഡി ബെൻഹേം അധികാരത്തിലെത്തുന്നത് ചോദിച്ചേക്കാം. എത്രാമത്തെയാണ്? 7ാമത്തെയാണ്. അടുത്തത് എന്താണ്? പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആരാണെന്നാണ്. അതായത് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന, നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ, കാരണം റീസെൻ്റ്ലി ആയിട്ട് നടന്നതാണ് അല്ലേ. അതായത് കോക്രോച്ച് പാർട്ടിയൊക്കെ പ്രത്യക്ഷത്തിൽ സമരത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. വലിയൊരു പ്രക്ഷോഭം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അത്ര എളുപ്പം മറന്നു പോകാൻ സാധ്യതയില്ല. എങ്കിലും ആരെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ്? പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നാണ്. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ.
2021 മുതൽ വിദ്യാഭ്യാസ മന്ത്രി പദം വഹിക്കുന്ന പ്രധാൻ നിലവിലെ ഒഡീഷയിലെ സാമ്പൽപൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. അതായത് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഏത് ലോക്സഭാ മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നായിരിക്കും ചോദിക്കുക. ഏതാണ്? സാമ്പൽപൂരാണ്. സാമ്പൽപൂർ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലെ സാമ്പൽപൂർ. ഓക്കെ. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ 2021 മുതൽ വിദ്യാഭ്യാസ മന്ത്രി പദം വഹിക്കുന്നുണ്ട്. പ്രധാൻ നിലവിൽ ഒഡീഷയിലെ സാമ്പൽപൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ അധിക ചുമതല നൽകി. ആര് രാജിവെച്ചതോടുകൂടി? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടുകൂടി. അതും ഒരു ചോദ്യമായിരിക്കാം. എന്താണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടുകൂടി നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ അധിക ചുമതല വഹിക്കുന്നത് ആരെന്ന് ഒരു ചോദ്യമായിരിക്കാം. ആരാണ്? കേന്ദ്ര ഭക്ഷ്യമന്ത്രിയായിരുന്ന പ്രഹ്ലാദ് ജോഷി. ഓക്കെ. പ്രഹ്ലാദ് ജോഷിയുടെ എന്തായിരുന്നു? കേന്ദ്ര ഭക്ഷ്യമന്ത്രിയായിരുന്നു പ്രഹ്ലാദ് ജോഷി. ആ പ്രഹ്ലാദ് ജോഷിക്ക് ഒരു അധിക ചുമതലയായിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ചുമതലയുടെ നൽകി. ഓക്കെ. ആദ്യ മോദി മന്ത്രിസഭയിലെ വിദേശകാര്യ സഹമന്ത്രി MJ അക്ബറിൻ്റേതായിരുന്നു. ആദ്യം മോദി മന്ത്രിസഭയിലെ വിദേശകാര്യ സഹമന്ത്രി MJ അക്ബറിൻ്റേതായിരുന്നു. ഇതിനു മുൻപുള്ള നിർബന്ധിത രാജി മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അക്ബർ ലൈംഗിക അപവാദത്തെ തുടർന്നാണ് 2018 മോദി മന്ത്രിസഭയിൽ നിന്നും പടിയിറങ്ങിയത്. അതായത് എന്താണ്? ആദ്യ മോദി മന്ത്രിസഭയിലെ വിദേശകാര്യ സഹമന്ത്രി MJ അക്ബറിൻ്റേതായിരുന്നു ഇതിനു മുമ്പുള്ള നിർബന്ധിത രാജി. എന്താണ്? ആദ്യ മോദി മന്ത്രിസഭയിലെ വിദേശകാര്യ സഹമന്ത്രി MJ അക്ബറിൻ്റേതായിരുന്നു ഇതിനു മുമ്പുള്ള നിർബന്ധിത രാജി. അതും ഒരു ചോദ്യമായി വന്നേക്കാം. അതായത് ഇവിടെ ഇപ്പോൾ എന്താണ്? ധർമ്മേന്ദ്ര പ്രധാൻ ഒരു നിർബന്ധിത രാജിയാണ്. എന്നാൽ ഇതിനു മുമ്പ് മോദി മന്ത്രിസഭയിലെ നിർബന്ധിത രാജി ആരുടേതായിരുന്നു എന്നൊരു ചോദ്യം വന്നേക്കാം. ധർമ്മേന്ദ്ര പ്രധാന് മുമ്പ് ആരുടേതായിരുന്നു? മോദി മന്ത്രിസഭയിലെ വിദേശകാര്യ സഹമന്ത്രി ആയിരുന്ന MJ അക്ബറിൻ്റേതായിരുന്നു ഇതിനു മുമ്പുള്ള നിർബന്ധിത രാജി. ഓക്കെ. അദ്ദേഹം എന്തായിരുന്നു? മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായിരുന്നു. ഓക്കെ. എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെച്ചത്? ലൈംഗിക അപവാദത്തെ തുടർന്ന് 2018 മോദി മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുന്നത്. ഓക്കെ. അടുത്തത് എന്താണ്? സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണെന്ന്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? KM ചന്ദ്രശേഖർ. ആരാണ്? KM ചന്ദ്രശേഖർ. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? KM ചന്ദ്രശേഖർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ആര്? KM ചന്ദ്രശേഖർ. മുഖ്യമന്ത്രിയാണ് ബോർഡിൻ്റെ ചെയർമാൻ. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പുതിയ വൈസ് ചെയർമാൻ ആരാണ്? KM ചന്ദ്രശേഖർ. ഓക്കെ. ഇദ്ദേഹം എന്താണ്? മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഓക്കെ. അടുത്തത് എന്താണ്? OpenAI പുറത്തിറക്കിയ പുതിയ AI മോഡലുകളുടെ പേരെന്താണെന്നാണ്. എന്താണ്? OpenAI പുറത്തിറക്കിയ പുതിയ AI മോഡലുകളുടെ പേര് എന്താണ്? SOL, ടെറ, TERRA, ടെറ, ലൂണ, LUNA, ലൂണ. എന്താണ്? OpenAI പുറത്തിറക്കിയ പുതിയ AI മോഡലുകളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സോള്, ടെറ, ലൂണ. ഓക്കെ. അടുത്തത് എന്താണ്? 2026 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയതാരാണെന്ന്. 2026 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയതാരാണ്? അജിത് ഡോവലാണ്. അജിത് ഡോവൽ എന്താണ്? ആരാണ് അജിത് ഡോവൽ? നിലവിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ആര്? അജിത് ഡോവൽ ആരാണ്? നിലവിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. സ്വാതന്ത്ര്യ സമര നായകനായ ബാലഗംഗാധര തിലകിൻ്റെ സ്മരണാർത്ഥം പൂണെയിലെ തിലക് സ്മാരക് മന്ദിർ ട്രസ്റ്റ് 1983 1983 പുരസ്കാരം നൽകി വരുന്നു. ഓക്കെ.
US ന്യൂജേഴ്സിയിൽ 2026 ജൂലൈ 19 നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ വിജയിച്ച സ്പെയിൻ എത്ര വർഷത്തിന് ശേഷമാണ് ഈ കപ്പ് സ്വന്തമാക്കിയത്? അടുത്ത ചോദ്യമാണ്. എന്താണ്? US ന്യൂജേഴ്സിയിൽ 2026 ജൂലൈ 19 നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ വിജയിച്ച സ്പെയിൻ എത്ര വർഷത്തിന് ശേഷമാണ് ഈ കപ്പ് സ്വന്തമാക്കിയത്? എത്ര വർഷത്തിന് ശേഷമാണ്? 16 വർഷത്തിന് ശേഷമാണ്. US ന്യൂജേഴ്സിയിൽ 2026 ജൂലൈ 19 നടന്ന ഫിഫ ലോകകപ്പ് എന്താണ്? US ന്യൂജേഴ്സിയിൽ 2026 ജൂലൈ 19 നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച സ്പെയിൻ എത്ര വർഷത്തിന് ശേഷമാണ് ഈ കപ്പ് സ്വന്തമാക്കുന്നത്? 16 വർഷത്തിന് ശേഷമാണ്. 2010 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നെതർലാൻഡ്സിനെ തോൽപ്പിച്ചാണ് ആദ്യ ലോകകപ്പ് നേടിയത്. എക്സ്ട്രാ ടൈമിൽ അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് 2026 ലോകകപ്പ് സ്വന്തമാക്കി. റോഡ്രിഗോ ആയിരുന്നു സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ. ആരാണ്? റോഡ്രിഗോ ആയിരുന്നു സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ. ലയണൽ മെസ്സി അർജന്റീനയെ നയിച്ചു. ഫ്രാൻസിനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് 3-ാം സ്ഥാനത്ത് എത്തി. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ നേടി. എന്താണ്? ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ. ആരാണ്? എംബാപ്പെ നേടി. അടുത്തത് US, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് മത്സരങ്ങൾ നടന്നത്. ഇതൊരു ചോദ്യമാണ് കേട്ടോ. എന്താണ്? ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് എവിടെ വരെയെന്ന് ചോദിച്ചേക്കാം. എവിടെ വരെയൊക്കെയാണ്? US ലോകകപ്പ് മത്സരങ്ങൾ നടന്ന എവിടെയൊക്കെയാണെന്ന് ചോദിച്ചേക്കാം. എവിടെയൊക്കെയാണ്? US, മെക്സിക്കോ, കാനഡ. അതായത് US, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് മത്സരങ്ങൾ നടന്നത്. കപ്പ് നേടിയ സ്പെയിനിന് സമ്മാനത്തുക എത്രയാണ്? സമ്മാനത്തുകയായി $50 മില്യൺ ലഭിച്ചു. കപ്പ് നേടിയ സ്പെയിനിന് സമ്മാനത്തുകയായി $50 മില്യൺ ലഭിച്ചു. ഏകദേശം ഇന്ത്യൻ മണിക്ക് എത്ര സമാനമാണ്? അത് 4818 കോടി രൂപയ്ക്ക് സമാനമാണ്. അതായത് കപ്പ് നേടിയ സ്പെയിനിന് സമ്മാനത്തുക എത്രയാണ്? $50 മില്യൺ ആണ്. അത് ഇന്ത്യയുടെ മണിയുമായി ഇന്ത്യൻ രൂപയെ തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യം എത്രയാണ് വരുന്നത്? 4814 കോടി രൂപ വരും. റണ്ണറപ്പ് ആയത് ആരാണ്? അർജന്റീനയാണ്. റണ്ണറപ്പ് ആയ അർജന്റീനയ്ക്ക് 33 മില്യണും 4 സ്ഥാനം നേടിയ ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവയ്ക്ക് യഥാക്രമം 29, 27 മില്യൺ ഡോളറും ലഭിച്ചു. അടുത്തത് എന്താണ്? 2030 ലോകകപ്പ് ഫുട്ബോൾ. അതായത് 2030 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നിവ സംയുക്തമായി ആതിഥ്യം വഹിക്കും. എന്താണ്? 2030 വരുന്ന ലോകകപ്പ് ഫുട്ബോൾ ലോകകപ്പിന് ഏതൊക്കെ രാജ്യങ്ങളാണ്? സ്പെയിന്, പോർച്ചുഗൽ, മൊറോക്കോ. ഈ 3 രാജ്യങ്ങളാണ് സംയുക്തമായിട്ടാണ് ആതിഥ്യം വഹിക്കുന്നത്. 1930 ആരംഭിച്ച ലോകകപ്പ് ആരംഭിച്ച വർഷം ഏതാണ്? അതൊരു ചോദ്യമാണ്. ലോകകപ്പ് ആരംഭിച്ച വർഷം 1930. ലോകകപ്പിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഉദ്ഘാടന മത്സരം ഉൾപ്പെടെ 3 മത്സരങ്ങൾ തെക്കേ അമേരിക്കയിലെ ഉറുഗ്വായി, അർജന്റീന, പരാഗ്വേ എന്നിവിടങ്ങളിലായി നടക്കൂ. എന്താണ്? 1930 ആരംഭിച്ച ലോകകപ്പിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഉദ്ഘാടന മത്സരം ഉൾപ്പെടെ 3 മത്സരങ്ങൾ തെക്കേ അമേരിക്കയിലെ ഉറുഗ്വായി, അർജന്റീന, പരാഗ്വേ എന്നിവിടങ്ങളിലായി നടക്കും. ഫലത്തിൽ 6 രാജ്യങ്ങൾ വേദിയാവും. അടുത്തത് എന്താണ്? പലസ്തീൻ രാഷ്ട്രീയ സായുധ സംഘടനയായ ഹമാസിൻ്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ്. എന്താണ്? പലസ്തീൻ രാഷ്ട്രീയ സായുധ സംഘടനയായ ഹമാസിൻ്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഗലീൽ അൽ ഹയ്യ. ആരാണ്? ഗലീൽ അൽ ഹയ്യ. പലസ്തീൻ രാഷ്ട്രീയ സായുധ സംഘടനയായ ഹമാസിൻ്റെ പുതിയ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഗലീൽ അൽ ഹയ്യ. 2024 ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യഹ്യ സിൻവാറിൻ്റെ പിൻഗാമിയാണ് ഗലീൽ അൽ ഹയ്യ. ഓക്കെ. അടുത്ത എന്താണ്?
അടുത്തത് സംസ്ഥാനത്തെ ആദ്യ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റം. സംസ്ഥാനത്തെ ആദ്യ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കണിച്ചാർ, കണ്ണൂർ. എവിടെയാണ്? കണിച്ചാർ. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ എന്ന് പറയുന്ന സ്ഥലത്താണ് സംസ്ഥാനത്തെ ആദ്യ ശാസ്ത്രീയ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പ് സംവിധാനം അഥവാ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റം സ്ഥാപിതമാകുന്നത്. ഓക്കെ. അടുത്തത് എന്താണ്? മാടശ്ശേരി മലയിലാണ് സ്ഥാപിക്കുക. അതായത് കണിച്ചാറിൽ കണ്ണൂർ ജില്ലയിൽ കണിച്ചാറിൽ എവിടെയാണ്? മാടശ്ശേരി മലയിലാണ് സ്ഥാപിക്കുന്നത്? ലാൻഡ് സ്ലൈഡ് വാർണിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നത്. ഓക്കെ. 2022 മാത്രം കണിച്ചാറിൽ 34ഓളം മണ്ണിടിച്ചിലുകൾ സംഭവിച്ചിരുന്നു. എന്താണ്? 2022 മാത്രം കണിച്ചാറിൽ എത്രയാണ്? 34ഓളം മണ്ണിടിച്ചിലുകൾ സംഭവിച്ചിരുന്നു. അടുത്തിടെ ചൈന കപ്പലിൽ നിന്ന് വിക്ഷേപിച്ച വാണിജ്യ റോക്കറ്റ് ഏതാണെന്നാണ് അടുത്ത ചോദ്യം. എന്താണ്? അടുത്തിടെ ചൈന കപ്പലിൽ നിന്നും വിക്ഷേപിച്ച വാണിജ്യ റോക്കറ്റ് ഏതാണ്? ഗ്രാവിറ്റി 1. ഏതാണ്? ഗ്രാവിറ്റി 1. സ്വകാര്യ സ്ഥാപനമായ ഓറിയൻ സ്പേസ് വികസിപ്പിച്ച റോക്കറ്റ് ചൈന കടലിൽ നങ്കൂരമിട്ട് കപ്പലിൽ നിന്നാണ് വിക്ഷേപിച്ചത്. എങ്ങനെയാണ് വിക്ഷേപിച്ചത്? സ്വകാര്യ സ്ഥാപനമായ ഓറിയൻ സ്പേസ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്താണ്? സ്വകാര്യ സ്ഥാപനമായ ഓറിയൻ സ്പേസ് വികസിപ്പിച്ച റോക്കറ്റ്. ആരാണ് ഈ റോക്കറ്റ് വികസിപ്പിച്ചത്? ഓറിയൻ സ്പേസ്. സ്വകാര്യ സ്ഥാപനമായ ഓറിയൻ സ്പേസ് വികസിപ്പിച്ച റോക്കറ്റ് ചൈന കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 9 ഉപഗ്രഹങ്ങളെ 9 ഉപഗ്രഹങ്ങളെ ഈ ദൗത്യം ഭ്രമണപഥത്തിലെത്തിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഖര ഇന്ധന വാഹനമായ ഗ്രാവിറ്റി 1ന്റെ ലോകത്തെ ഏറ്റവും വലിയ ഖര ഇന്ധന വാഹനമായ ഗ്രാവിറ്റി 1ന്റെ മൂന്നാം വിക്ഷേപണമാണിത്. US-നും റഷ്യയ്ക്കും പുറമെ കടൽ അധിഷ്ഠിത സാങ്കേതിക വിദ്യ കൈവരിച്ച മൂന്നാമത്തെ രാജ്യമാണ് ചൈന. അതിനു മുമ്പുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണ്? US-ഉം റഷ്യയും. മൂന്നാമത്തെ ആരാണ്? ചൈന. ഓക്കെ. അടുത്തെന്താണ് പറയുന്നത്? തദ്ദേശീയമായി നിർമ്മിച്ച കർണാടകയിലെ കാർവാറിൽ അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതാണെന്നാണ്. തദ്ദേശീയമായി നിർമ്മിച്ച കർണാടകയിലെ കാർവാറിൽ അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ ഏതാണ്? INS മാൽവാൻ. എന്താണ്? INS മാൽവാൻ. തദ്ദേശീയമായി നിർമ്മിച്ച കർണാടകയിലെ കാർവാറിൽ അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ യുദ്ധക്കപ്പലാണ് INS മാൽവാൻ. അടുത്തെന്താണ് പറയുന്നത്? ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. എന്താണ്? INS മാൽവാൻ. എന്താണത്? ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. പരമ്പരയിലെ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണിത്. ശത്രുക്കളുടെ അന്തർവാഹിനികളെ കടലിനടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു യുദ്ധക്കപ്പലാണ് INS മാൽവാൻ. ഓക്കെ. അടുത്തത് എന്താണ്? ലോക IVF ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ആണ് IVFന്റെ ഫുൾ ഫോം. എന്താണ്? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ലോക IVF ദിനം എന്നാണ്? ലോക IVF ദിനം എന്നാണ്? ജൂലൈ 25 എന്നാണ്? ജൂലൈ 25. ലോക IVF ദിനം എന്നാണ്? ജൂലൈ 25. ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ലൂയിസ് ബ്രൗൺ 1978 ജൂലൈ 25 ഇംഗ്ലണ്ടിലെ ഓൾഡ് ജനറൽ ഹോസ്പിറ്റലിൽ ജന്മം കൊണ്ടതുമായി ബന്ധപ്പെട്ടാണ് ദിനാചരണം നടക്കുന്നത്. എന്താണ്? ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? ലൂയിസ് ബ്രൗൺ. അത് 1978 ജൂലൈ 25 ഇംഗ്ലണ്ടിലെ ഓൾഡ് ജനറൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം ജന്മം കൊള്ളുന്നത്. ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ടാണ് ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ലോക IVF ദിനം കൊണ്ടാടുന്നത്. ഓക്കെ. ദിനാചരണം നടക്കുന്നത്. നൂറ്റാണ്ടിലെ വിവാഹമോചനം അതായത് ഡിവോഴ്സ് ഓഫ് ദ സെഞ്ചുറി എന്ന് വിശേഷിക്കപ്പെട്ട കേസിൽ അടുത്തിടെ കോടതി വിധി പ്രസ്താവിച്ചു. കേസിലെ കക്ഷികൾ ആരാണ്? എന്താണ്? നൂറ്റാണ്ടിലെ വിവാഹമോചനം ഡിവോഴ്സ് ഓഫ് ദ സെഞ്ചുറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേസിൽ അടുത്തിടെ കോടതി വിധി പ്രസ്താവിച്ചു. കേസിലെ കക്ഷികൾ ആരാണ്?
ദക്ഷിണ കൊറിയൻ ടെക് വ്യവസായ കമ്പനിയായ SK ഗ്രൂപ്പിൻ്റെ ചെയർമാനും ശതകോടീശ്വരനുമായ ചേ തെയ് വോണും മുൻ ഭാര്യ റോ സോയോങ്ങും. എന്താണ് പ്രത്യേകത? നൂറ്റാണ്ടിലെ വിവാഹമോചനം, ഡിവോഴ്സ് ഓഫ് ദ സെഞ്ചുറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേസിൽ അടുത്തിടെ കോടതി വിധി പ്രസ്താവിച്ചു. കേസിലെ കക്ഷികൾ ആരാണെന്നാണ്. ആരൊക്കെയാണ്? ദക്ഷിണ കൊറിയൻ ടെക് വ്യവസായ കമ്പനിയായ SK ഗ്രൂപ്പിൻ്റെ ചെയർമാനും ശതകോടീശ്വരനുമായിരുന്ന ചേ തെയ് വോണും മുൻ ഭാര്യ റോ സോയോങ്ങും. ഓക്കെ. നഷ്ടപരിഹാരമായി ചേ തെയ് 94,400 കോടി വോൺ, ഏകദേശം 6,230 കോടിയോളം രൂപ, 94,400 കോടി വോൺ, ഇന്ത്യൻ മണി എത്ര വരും? 6,230 കോടിയോളം രൂപ മുൻ ഭാര്യയ്ക്ക് നൽകാനാണ് വിധി. ഓക്കെ. അടുത്തിടെ രാജിവെച്ച ബംഗ്ലാദേശ് പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് ഷഹാബുദ്ദീൻ. ആരാണ് അടുത്തിടെ രാജിവെച്ച ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ്? ആരാണ്? മുഹമ്മദ് ഷഹാബുദ്ദീൻ. ഇന്ത്യയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി അടുപ്പമുള്ള വ്യക്തികളിൽ പ്രധാനിയായിരുന്നു ആര്? മുഹമ്മദ് ഷഹാബുദ്ദീൻ. കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ശേഷിക്കുകയാണ് രാജി. കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ശേഷിക്കുകയാണ് രാജി. അപ്പോൾ ഫ്രണ്ട്സ്, നാളത്തെ പരീക്ഷ എഴുതുന്നവരൊക്കെ ഈ ഒരു വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ, സി യു.